കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഒരാള് എന്റെ മകളുടെ ജീവിതത്തിൽ വരും. അങ്ങനെ എന്റെ മകളുടെ ജീവിതം സന്തോഷപൂർണ്ണമാകും. കാത്തിരിക്കുകയാണ് ഞങ്ങൾ. ഇപ്പോ മോളിവിടെ വന്നു. ഇനി എല്ലാം ശരിയാകുമെന്നുള്ള വിശ്വാസത്തിൽ ജീവിക്കുകയാണ് ഞങ്ങൾ. ഇത്രയ്ക്ക് വിഷമമുണ്ടായിട്ടും നിനക്കെപ്പോഴും ചിരിക്കാൻ പറ്റുന്നുണ്ടല്ലോ മയൂരി. വേദന എനിക്കല്ലേ, വെറുതെ എന്തിനാ മറ്റുള്ളവരെ അറിയിക്കണേ? അതുകൊണ്ടാ ഞാനിങ്ങനെ ചിരിച്ചു നടക്കണേ. ആചാര്യരെ, ഇനി അങ്ങോട്ട് മയൂരി അങ്ങയുടെ മകള് മാത്രമല്ല, എന്റെ അനിയത്തി കൂടെയാ. ഇവളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നത് എന്റെ ഉത്തരവാദിത്വം. ഞാൻ പോയിട്ട് വരാം. പോയി വരുമോളെ, നല്ലത് വരട്ടെ. നിന്റെ ജീവിതത്തിൽ വെളിച്ചം പകരാൻ ഒരിക്കൽ ദൈവം വരുമെന്നുള്ള കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? എന്നാൽ ഇന്ന് വന്നത് ദൈവമല്ല, ദേവതയാ. ആ ദേവത ഇത് തന്നെയായിരിക്കും. മോഹിനി, നമുക്കിടയിൽ ഇങ്ങനെയൊരു തർക്കത്തിന്റെ ആവശ്യമുണ്ടോ? നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പിണങ്ങുന്നത്? നിന്റെ ഈ ദേഷ്യവും ഈ പിണക്കവും നമ്മളെ പ്രണയത്തിൽ നിന്ന് അകറ്റി നിർത്തും. മോഹിനി, നിനക്ക് എന്തുകൊണ്ട് ഇതൊക്കെ മനസ്സിലാവുന്നില്ല? നമ്മൾ ജീവിക്കുന്നു എന്ന് വെച്ച് നമ്മുടെ പ്രണയവും ജീവിച്ചിരിക്കണമെന്ന് യാതൊരു അർത്ഥവുമില്ല. നീ എന്തിനാണ് അങ്ങനെ വിചാരിക്കുന്നത്? നമ്മൾ ജീവിക്കുന്നിടത്തോളം പ്രണയമുണ്ടാവും. നമ്മുടെ ജീവൻ തന്നെ ഇല്ലാതായാൽ പിന്നെ നമ്മുടെ പ്രണയം എങ്ങനെ ഉണ്ടാകും? എന്ന് വെച്ചാൽ നീ എന്താണ് പറഞ്ഞു വരുന്നത്? നോക്കൂ ശേഷനാഗ, നീ നാഗലോകത്തുള്ളവനാണ്. എനിക്ക് നാഗലോകത്തിൽ യാതൊരു സ്ഥാനമാനങ്ങളുമില്ല. നമ്മൾ കല്യാണം കഴിച്ചാലും നമ്മുടെ ആ വിവാഹത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല ശേഷനാഗ. നമ്മുടെ കല്യാണ ബന്ധത്തിന് ഒരു മൂല്യം കിട്ടണമെങ്കിൽ എനിക്ക് നാഗലോകത്തൊരു സ്ഥാനമുണ്ടായിരിക്കണം. അതിനുവേണ്ടി നീ നാഗമാണിക്യത്തിന് ജീവൻ നൽകിയേ മതിയാകൂ ശേഷനാഗ. ആ മാനവ കന്യ മയൂരിയെ നീ വിവാഹം കഴിച്ചേ മതിയാകൂ. എങ്കിൽ മാത്രമേ നിനക്ക് നാഗമാണിക്യത്തിലേക്ക് ജീവൻ കയറ്റാൻ സാധിക്കുകയുള്ളൂ. നാഗമാണിക്യത്തിന് ജീവൻ നൽകുന്നവനാണ് നാഗലോകത്തിന്റെ രാജാവായി മാറുക. അത് നീയായിരിക്കണം ശേഷനാഗ. നീ ആ നാഗലോകത്തിന്റെ രാജാവായി മാറണം. അങ്ങനെ നീ ആ നാഗലോകത്തിന്റെ അധിപതിയായി മാറുകയാണ് വേണ്ടത്. അങ്ങനെയെങ്കിൽ മാത്രമേ എനിക്ക് ആ ലോകത്തൊരു സ്ഥാനമുണ്ടാവൂ. എനിക്ക് നിന്റെ റാണിയായി ആ ലോകത്ത് കഴിയണം. ആയിക്കോട്ടെ, നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യാൻ തയ്യാറാണ് മോഹിനി. ഞാൻ ആ പെണ്ണിനെ സ്നേഹിക്കുന്ന പോലെ അഭിനയിക്കാൻ പോവാ. എന്നാൽ അത് ശരിക്കും പ്രണയമാവില്ല. എന്നാൽ നീ എനിക്കൊരു വാക്ക് തരണം. നീ എന്നെയും അവളെയും ചേർത്ത് ഒരു കാരണവശാലും സംശയിക്കില്ലെന്ന് നീ എനിക്ക് വാക്ക് തരണം. നമ്മൾ ഇരുവർക്കും വേണ്ടി, നമ്മുടെ പ്രണയത്തിന് വേണ്ടി നീ ചെയ്യുന്ന ഒരു ത്യാഗമായിരിക്കണം ഇത്. നീ ചെയ്യുന്ന ത്യാഗം നമുക്ക് ഫലസിദ്ധി നൽകണം. നമ്മുടെ പ്രണയത്തിന് വേണ്ടിയുള്ള ഒരിര മാത്രമായിരിക്കണം അവൾ. ഒരു കാരണവശാലും ഞാൻ നിന്നെ സംശയിക്കുകയില്ല ശേഷനാഗ. അതുപോലെ തന്നെ നീയും നിന്റെ വാക്ക് തെറ്റിക്കാൻ പാടില്ല. ശിവാനി, ശാസ്ത്രിയുടെ മോൾക്ക് നീ ചെയ്തു കൊടുത്ത ഉപകാരം വളരെ നല്ലതാ മോളെ. പാവം ഫോൺ ചെയ്തപ്പോ എന്നോടെല്ലാം പറഞ്ഞ് കരയുകയായിരുന്നു. എന്നാലും ഏതോ ഒരാള് വന്ന് അമ്പലത്തിൽ വന്ന് ഒരു പെണ്ണിനെ താലി കെട്ടുക എന്നൊക്കെ പറഞ്ഞ, ഞാനെങ്ങാനും അവിടെ ആ അമ്പലത്തിലുണ്ടായിരുന്നെങ്കിൽ അവനെയൊക്കെ അടിച്ച് നിരപ്പാക്കിയനെ. അല്ല ശിവാനി മോളെ, അവിടെ വേറെ ആണുങ്ങളാരും ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു.
പക്ഷെ എല്ലാരും വെറുതെ നിൽക്കായിരുന്നു. നമ്മുടെ ഗോവിന്ദൻ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ വെറുതെ നോക്കിക്കൊണ്ടിരിക്കും. ഹലോ, എന്റെ പേര് ഗോവിന്ദൻ എന്നാ. എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാ എന്റെ മുന്നിൽ വരുന്നവരുടെ ഗതി ഗോവിന്ദ. അയ്യോ, നിനക്ക് ദേഷ്യം വന്നാലല്ല, നിന്റെ എതിരെ നിൽക്കുന്ന ആൾക്ക് ദേഷ്യം വന്നാ നിന്റെ കാര്യം ഗോവിന്ദ. അല്ല മോളെ, ഏതോ ഒരുത്തൻ താലി കെട്ടാൻ വരുന്നു എന്ന് പറയുമ്പോൾ സമ്മതിച്ചു കൊടുക്കാൻ പറ്റൂ? അതും ഒരു പെണ്ണിന്റെ പുറകെ നടന്ന് ശല്യം ചെയ്തവനെ. ഒന്നുകിൽ അവനൊരു ദുഷ്ടനായിരിക്കും, അല്ലെങ്കിൽ വല്ല മനോരോഗിയായിരിക്കും. താലി കയ്യിൽ വെച്ചോണ്ട് ഞാൻ കെട്ടൂന്ന് പറയുന്നവരെല്ലാരും ദുഷ്ടന്മാരായിരിക്കില്ല. നമ്മുടെ തൃശ്ശൂർ അങ്ങനെയായിരുന്നില്ലേ? ശിവാനിയെ താലി കെട്ടുള്ളൂന്നും പറഞ്ഞ് താലി അവൻ എത്ര നാള് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടന്നു, അല്ലേ മോളെ? താലി റെഡിയാണ്, ഞാനും റെഡിയാണ്. ഇനി താൻ റെഡിയായി കല്യാണ സാരിയിൽ ഇങ്ങ് വന്ന ഞാൻ തന്റെ കഴുത്തിൽ ഈ താലി കെട്ടിയിട്ടും. അതെ ശിവാനി, എന്താ? നിങ്ങൾ അടിപൊളിയാണ്. അതെന്താ? എന്താന്ന് വെച്ചാ ആപത്തിൽപ്പെട്ട ഒരാളെ തന്റെ ജീവൻ പണയം വെച്ച് രക്ഷിച്ചില്ലേ? ഗ്രേറ്റ്. അതാ നിങ്ങൾ അടിപൊളിയാന്ന് പറഞ്ഞത്. അതിനിങ്ങനെ പുകഴ്ത്താൻ മാത്രമൊന്നുമില്ല. എന്റെ കടമ ഞാൻ ചെയ്തു എന്ന് മാത്രം. ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടും എന്നെ അറിയിക്കാഞ്ഞത്? എന്തിനാ വെറുതെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് കരുതിയിട്ടാ. പിന്നീട് അവനെങ്ങാനും നിങ്ങളോട് ദേഷ്യം തോന്നിയിട്ട് ഉപദ്രവിക്കാനെങ്ങാനും ശ്രമിച്ചാലോ? എന്റെ മേൽ എത്രത്തോളം കൺസേൺ ആണോ? ഇതേ കാര്യം ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, അയാളെങ്ങാനും വന്ന് നിങ്ങളെ ശല്യം ചെയ്താലോ? ദൈവമുണ്ടല്ലോ. യു ആർ റിയലി ഗ്രേറ്റ്. നിങ്ങളെപ്പോലൊരു ഭാര്യയെ കിട്ടാൻ തൃശ്ശൂർ പുണ്യം ചെയ്തിട്ടുണ്ടാവും. അത്രത്തോളം നിങ്ങൾ കെയർ ചെയ്യുന്നുണ്ടല്ലോ. എന്റെ കൺമുന്നിൽ വെച്ച് എന്തെങ്കിലും അന്യായം നടക്കുമ്പോ ആരെങ്കിലുമൊക്കെ സഹായിച്ചോളൂ എന്ന് വിചാരിച്ച് വെറുതെ ഇരിക്കാൻ എനിക്ക് പറ്റില്ല. പ്രത്യേകിച്ച് ഒരു പെണ്ണ് അപമാനിക്കപ്പെടുന്ന സാഹചര്യത്തിൽ അവളെ എങ്ങനെ അവിടെ നിന്ന് രക്ഷിക്കാന്ന് മാത്രമേ ഞാൻ ആലോചിക്കാറുള്ളൂ. അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യും. അന്യായം കണ്ടു കഴിഞ്ഞാൽ അത് തടയാൻ ശ്രമിച്ചാൽ എന്റെ ജീവൻ അപകടം വരുമെന്ന് പോലും ഞാൻ ഒരിക്കലും ചിന്തിക്കാറില്ല. പ്രണയിക്കുന്നവന് ജീവൻ നൽകണമെന്ന് പറയുന്നു, അന്യായം തടയാനും ജീവൻ നൽകണമെന്ന് പറയുന്നു. ഒരു കാര്യം നിങ്ങൾ മറക്കണ്ട, നിങ്ങളുടെ വയറ്റിലൊരു ജീവനുണ്ട്. ദയവ് ചെയ്ത് ഇനി ഒരിക്കലും ജീവൻ കൊടുക്കുന്ന കാര്യം പറയല്ലേ. എനിക്കത് സഹിക്കാൻ പറ്റില്ല. നിങ്ങൾ എന്തിനാ ടെൻഷനാവുന്നേ? എന്നെ എന്റെ കുഞ്ഞിനെയും കുറിച്ച് ആലോചിച്ച് നിങ്ങൾ എന്തിനാ വെറുതെ ആകുലപ്പെടുന്നേ? ചില കാര്യങ്ങൾ പറഞ്ഞു തരാനേ പറ്റൂ. നിങ്ങൾ മനസ്സിലാക്കണം. അച്ഛാ, മയൂരി, ഇരിക്കുമോളെ. എന്താ മോളെ, നീ എന്തിനാ കരയുന്നേ? നിന്നെ ശരിക്കും പരിപാലിക്കാൻ പറ്റാത്തൊരച്ഛനാണ് ഞാനെന്ന് എനിക്കറിയാം. മോൾക്ക് എന്നോട് ദേഷ്യമുണ്ടോ? അല്ലച്ച, നിങ്ങളെപ്പോലൊരു നല്ല മനുഷ്യൻ എന്തിനാ ദൈവം ഇങ്ങനൊരു പാപിയെ നിങ്ങൾക്ക് നൽകിയത്? എന്താ മോളെ, എന്താ എന്താ ഇങ്ങനൊക്കെ പറയുന്നത്? പിന്നെ എങ്ങനെ പറയണോ അച്ഛ? എനിക്ക് അമ്മയില്ല. എന്നാൽ അച്ഛന്റെ സ്നേഹം കാണുമ്പോൾ ഞാൻ ഇതുവരെ അമ്മയെ ഓർക്കേണ്ടി വന്നിട്ടില്ല. അമ്മ
അമ്മയില്ലെന്നുള്ള കുറവറിയിക്കാതെ അച്ഛൻ എന്നെ വളർത്തി എന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്നുണ്ട്. എന്നാൽ അച്ഛന്റെ ഈ മോള് ഇതുവരെ സങ്കടം മാത്രമല്ലേ തന്നിട്ടുള്ളൂ അച്ഛ. കാണുന്നവരെല്ലാം ഇതാണ് ആ മയൂരിയുടെ അച്ഛൻ, ജാതകം ശരിയില്ലാത്തവളുടെ അച്ഛൻ എന്നൊക്കെ പറയുന്നുണ്ട്. ദൈവഭക്തൻ, ജാതകം നോക്കുന്നവൻ, ജ്യോതിഷം പറയുന്നവൻ, എന്നാൽ സ്വന്തം മകളുടെ ദോഷം മാത്രം മാറ്റാൻ കഴിയാത്തവൻ എന്നൊക്കെ ഞാൻ പലതവണ കേൾക്കുന്നുണ്ട് അച്ഛ. ഇതെല്ലാം ഞാൻ അച്ഛന്റെ മോളായതുകൊണ്ടല്ലേ, എന്റെ ജാതകം ശരിയില്ലാത്തത് കൊണ്ടല്ലേ അച്ഛ? ആരാ മോളെ, ആരാ നിന്റെ ജാതകം ശരിയല്ലെന്ന് പറഞ്ഞത്? നിന്റെ ജാതകം കോടിയിലൊന്ന്. നിന്റെ കല്യാണം നടക്കാത്തതിന്റെ കാരണം അങ്ങനെ ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ടായിരിക്കാം. ഞാന് ഇതൊക്കെ ശരിയാകുന്നതിന് വേണ്ടി പൂജയായിട്ടും കർമ്മമായിട്ടും അമ്പലങ്ങളെല്ലാം എത്രയോ നാളുകളായിട്ട് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. അതാ മോളെ നമ്മൾ ചെയ്ത തെറ്റ്, അത് തന്നെ. മോഹിനി, നമ്മളെന്താ ഇവിടെ? ഇതാണ് അവളുടെ വീട്. ആരുടെ വീട്? നീ കല്യാണം കഴിക്കേണ്ട ആ മനുഷ്യ കന്യകയുടെ വീടാണിത്. ഇവിടേക്ക് എന്തിനാ നമ്മൾ വന്നത്? നീ ഒരിടത്തും അവൾ മറ്റൊരിടത്തും ആണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എങ്ങനെ പ്രണയം ഉണ്ടാവാനാണ് ശേഷനാഗ? അത് നമ്മുടെ ലക്ഷ്യത്തിന് തടസ്സമാകും. മനസ്സിലായി മോഹിനി. ഇപ്പോഴവള് ഉറങ്ങാൻ കിടന്നു കാണുമല്ലേ? നമ്മൾ അവളെ അപഹരിച്ചു കൊണ്ടുപോകണമെന്നല്ലേ നീ ഉദ്ദേശിച്ചത്? ഞാൻ ഇപ്പോൾ തന്നെ പോയി അവളെ അപഹരിച്ചോണ്ട് വരാം. നിനക്ക് ബുദ്ധിയില്ലേ ശേഷനാഗ? അവളെ ബലം പ്രയോഗിച്ച് കല്യാണം കഴിക്കണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവളുടെ പ്രണയം സമ്പാദിച്ച് വിവാഹം കഴിക്കാനാണ്. ബലം പ്രയോഗിച്ച് കല്യാണം കഴിച്ചാൽ അത് മനസ്സിൽ ഭയമാണ് ഉണ്ടാക്കുക, അല്ലാതെ പ്രണയമല്ല. അത് നമ്മെ നമ്മുടെ ലക്ഷ്യത്തിലെത്തിക്കില്ല. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? നീ അവളുടെ മനസ്സിനുള്ളിൽ പ്രണയം ഉണ്ടാക്കുകയാണ് വേണ്ടത്. നിന്റെ മായാശക്തി കൊണ്ട് നിനക്കിതൊന്നും സാധിക്കുകയില്ലേ മോഹിനി? പ്രണയം തന്നെ ഒരു മായയാണ്. ബലം പ്രയോഗിച്ച് ആരുടെയും മനസ്സിൽ പ്രണയം ഉണ്ടാക്കാൻ സാധിക്കില്ല. അത് ഒരാളുടെ മനസ്സിനുള്ളിൽ സ്വയം തന്നെ തോന്നേണ്ടതാണ്. അത് നീ തീർച്ചയായും ചെയ്യണം. നീ അവളുടെ രീതികളൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ നിന്നെ കൊണ്ട് എല്ലാം ചെയ്യാൻ സാധിക്കും. ശരി, ഞാൻ പോയിട്ട് വരാം. മോഹിനി നിക്ക്, ഞാനും നിനക്കൊപ്പം വരുന്നു. നീ ഇവിടെ നിൽക്കാതെ എന്റെ കൂടെ വന്നാൽ ആ മയൂരിയെ എങ്ങനെ പ്രണയത്തിലാക്കാനാ? നിനക്ക് അവളുടെ മനസ്സിൽ ഇടം പിടിക്കണമെങ്കിൽ നീ ഇവിടെ തന്നെ ഉണ്ടായിരിക്കണം. നിന്റെ പ്രയത്നം നടക്കണം. ഞാൻ പോയി വരാം. ഇന്ന് ശിവാനി വന്നു പോയതിനു ശേഷം എന്തോ ഒരു സമാധാനം. നമുക്കിനി ജീവിതത്തിൽ നന്മ വരാൻ പോകുന്ന പോലൊരു തോന്നൽ. ഇല്ല അച്ഛ, എല്ലാം അച്ഛന്റെ തോന്നല. പിന്നെ എന്തിനാ ഒരറിവുമില്ലാതെ ആരോ ഒരാൾ എന്തിനാ അമ്പലത്തിൽ വെച്ച് എന്നെ താലി കെട്ടാൻ നോക്കിയത്? എന്റെ മോളെ, ഇതൊക്കെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് കവടി നിരത്തി നോക്കിയ കാര്യങ്ങളാ മോളെ. പക്ഷെ ഒന്നും തെളിയുന്നില്ല. എന്തൊക്കെയോ തടസ്സങ്ങളുണ്ട്. എന്നാൽ ഒരു കാര്യം സത്യമാണ്, നമുക്ക് നല്ല കാലം വരും മോളെ. എന്നാൽ ഈ സമയത്ത് നിനക്ക് എത്ര നല്ല സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അത്രത്തോളം മോശമായ ആളുകളും നിന്നോടൊപ്പം ഉണ്ടാവും. നിന്റെ മുമ്പിൽ ഇപ്പോൾ 2 വഴികൾ തുറന്നു തന്നിട്ടുണ്ട്. നല്ല വഴി സ്വീകരിക്കുകയാണെങ്കിൽ നല്ലത് സംഭവിക്കും. ചീത്ത വഴിയാ സ്വീകരിക്കുന്നതെങ്കിൽ തിന്മയുണ്ടാകും. ഇതെല്ലാം നീ തന്നെ തിരഞ്ഞെടുക്കേണ്ടതാണ്, വളരെ ശ്രദ്ധയോടെ. നോക്ക്, നിനക്കിപ്പോ വളരെ മോശം അവസ്ഥയാണ്. നീ ഒരു കാരണവശാലും പേടിക്കണ്ട. മാത്രമല്ല, നിനക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന ആരിൽ നിന്നും എപ്പോ വേണമെങ്കിലും സഹായം ആവശ്യപ്പെടാവുന്നതാണ് മോളെ. ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു മൊബൈൽ വാങ്ങിത്തരാം. ആ മൊബൈൽ നീ എപ്പോഴും കയ്യിൽ കരുതിക്കൊള്ളണം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഫോൺ ചെയ്താൽ മതി. അച്ഛാ, അത് അച്ഛൻ തന്നെയല്ലേ ഫോൺ ഉപയോഗിക്കണ്ടെന്ന് പറഞ്ഞത്? ആവശ്യക്കാരന് ഔചിത്യത്തിന്റെ കാര്യമില്ലെന്ന് മനസ്സിലാക്കുമോളെ.
ഈ അവസ്ഥയില് നിനക്ക് മൊബൈലിന്റെ ആവശ്യം കൂടുതലാ. ഞാൻ പറയുന്ന കേക്ക്. നീ മൊബൈൽ എപ്പോഴും കൈകൊണ്ട് നടക്കണം കേട്ടോ. സൂക്ഷിക്കണേ. ശരി അച്ഛാ. അച്ഛൻ കിടക്കാൻ നോക്ക്, എന്നിട്ട് ഞാൻ കിടന്നോളാം. സൂക്ഷിക്കണം മോളെ. ശരി. എന്നാ മോളെ പോയിക്കോ, ഞാൻ കിടന്നോളാം ശരി കേട്ടോ. അച്ഛാ. എങ്ങനെയെങ്കിലും ഇവനോട് അടുത്ത് അവളെ അകറ്റണമെന്ന് കരുതിയിട്ട് അതിനെനിക്ക് സാധിക്കുന്നില്ലല്ലോ. ഏത് സമയവും ഇവൻ അവളിലേക്ക് അടുക്കുകയാണല്ലോ. അവനാണ് ആദിശേഷൻ, അവനാണ് തൃശൂലിന്റെ രൂപത്തിൽ വന്നിരിക്കുന്നതെന്ന് എന്തുകൊണ്ടായിരിക്കും പറയാത്തത്? അങ്ങനെ പറയാതിരിക്കുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. എനിക്ക് തോന്നുന്നത് വേഷം മാറി ഈ വീട്ടിലേക്ക് വന്നതിന് എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടാവും. ശിവാനി, വരൂ നമുക്ക് പോവാം. എങ്ങോട്ടേക്ക്? അമ്പലത്തിലേക്ക്. അമ്പലത്തിലേക്കോ? ആ, ശിവാനി അമ്പലത്തിലേക്കല്ലേ പോകുന്നത്? അതെ, ഞാൻ അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷെ നിങ്ങൾ എന്തിനാ എന്റെ കൂടെ വരുന്നേ? എന്തേ? എനിക്ക് അമ്പലത്തിലേക്ക് വന്നൂടെ? കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്റെ കൂടെ വരേണ്ട ആവശ്യമില്ല. അല്ല, ഒറ്റയ്ക്കല്ലേ പോകുന്നത്, അതുകൊണ്ട് ഞാനും കൂടെ വരാന്ന് പറഞ്ഞതാ. അതെ അബേ, ഇത് എന്റെ നാടാണ്. എനിക്കാരും വഴി പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോയിക്കോളാം, കുഴപ്പമില്ല. അയ്യോ മാഡം, നിങ്ങൾ ഒരാളെ ഇന്നലെ അറഞ്ചം പുറഞ്ഞും തല്ലിയതല്ലേ? അവനെങ്ങാനും ഇന്ന് പകരം ചോദിക്കാൻ വന്നാലോ? നോക്ക്, ഈ മനുഷ്യന്മാരെങ്ങനെയാണെന്നറിയാവോ? പാമ്പുകൾക്ക് പല്ലിൽ മാത്രമേ വിഷം ഉണ്ടാവുള്ളൂ. എന്നാൽ ഈ മനുഷ്യർക്ക് നെറ്റി മുതൽ പാദം വരെ വിഷമായിരിക്കും. പോരാത്തതിന് മനസ്സ് നിറച്ചും വിഷമായിരിക്കും. നോക്ക്, നിങ്ങൾ ഇന്നലെ അവനെ അടിച്ചു. അവൻ നേരെ വീട്ടിലോ അല്ലെങ്കിൽ വല്ല ബാറിലേക്കോ പോയിട്ടുണ്ടാവും. ലൈറ്റായിട്ട് കുടിച്ചു കാണും. എന്നിട്ട് നിങ്ങൾ അവനെ അടിച്ചതും ഇടിച്ചതും എല്ലാ കാര്യവും ഓർത്തോർത്ത് അവൻ കുടിച്ച് ഫ്ലാറ്റായി കാണും. എന്നിട്ട് അവൻ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യും. എന്നെ ഒരുത്തി തല്ലി എന്നവൻ പറയും. അവരെല്ലാരും കൂടി ചേർന്ന് ഇവന്റെ ദേഷ്യം ഇരട്ടിയാക്കും. എന്നിട്ട് എല്ലാരും കൂടെ വലിയൊരു പ്ലാൻ നടത്തും. ആ സമയത്ത് കറക്റ്റായിട്ട് അമ്പലത്തിലേക്ക് പോകുന്ന നിങ്ങളെ അവർ അറ്റാക്ക് ചെയ്താലും അവൻ ഡയറക്റ്റ് ആയിട്ട് വന്ന് അറ്റാക്ക് ചെയ്യാതെ ദൂരെ എവിടെയെങ്കിലും മാറി നിന്ന് നിങ്ങളെ ഷൂട്ട് ചെയ്താലോ? അല്ലെങ്കിൽ കണ്ണിലെ മുളക് പൊടി വാരി വിതറി നിങ്ങളെങ്ങാനും അറ്റാക്ക് ചെയ്താ? അതുകൊണ്ടാ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഞാനും നിങ്ങളുടെ കൂടെ വരാമെന്ന് പറഞ്ഞത്. അതെ അബേ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അതിനെ എങ്ങനെ മറികടക്കണമെന്നുള്ളത് നിങ്ങളെക്കാളും നന്നായിട്ട് എനിക്കറിയാം. ആ, അതെനിക്ക് അറിയാലോ. ഒരു തവണ നിങ്ങൾ പ്രാക്ടിക്കലായി ആലോചിച്ച് നോക്കൂ. നിങ്ങൾ അമ്പലത്തിലേക്ക് പോകുമ്പോ അവരിപ്പോ വരൂ എന്ന് പറഞ്ഞ് കാത്തു നിൽക്കില്ലല്ലോ, ശരിയല്ലേ? നിങ്ങൾ പ്രദക്ഷിണം വെക്കുമ്പോ പുറകെ വേണേലും വരാം. പിന്നെ നിങ്ങൾ കണ്ണടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോ മുന്നിലൂടെ വന്നു അറ്റാക്ക് ചെയ്തേക്കാം. ശരിക്കൊന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ടാ നിങ്ങളുടെ കണ്ണായും ചെവിയായും മനസ്സായും നിങ്ങളുടെ കൂടെ അമ്പലത്തിലേക്ക് ഞാൻ കൂടെ വരാന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ച എനിക്കത് താങ്ങാൻ കഴിയില്ല ശിവാനി. അബൈ സർ, എന്തിനാ ഇത്രയ്ക്ക് അങ്ങ് കെയർ ചെയ്യുന്നേ? അല്ല, ശിവാനിക്ക് എന്തെങ്കിലും സംഭവിച്ചാ നിങ്ങൾക്ക് എന്താ ഇത്രയ്ക്ക് അങ്ങ് വിഷമം? നിങ്ങൾ അവളുടെ ഭർത്താവൊന്നും അല്ലല്ലോ. അല്ല സർ, എന്താ നിങ്ങളുടെ പ്രശ്നം? അവള് പാവം, ഭർത്താവിനെ കാണുന്നില്ലെന്ന് പറഞ്ഞ് അമ്പലത്തിലേക്ക് പൂജയ്ക്ക് പോവാ. അവിടെയും നിങ്ങൾ സമാധാനം കൊടുക്കില്ലേ? ഞാനും വരാന്ന് പറഞ്ഞ് എന്തിനാ അവളെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? അല്ല, നിങ്ങൾ വന്ന ഉദ്ദേശമൊക്കെ മറന്ന് വേറെ കാര്യത്തിന് പിന്നാലെയാണല്ലോ. ഞാൻ ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് ശരിക്കും അറിയാമോ മിസ് മായ? ഞാൻ ഒരാളോട് സംസാരിക്കുന്നതിലും ഒരാളെ നോക്കുന്നതിലും എന്തിനൊരു ഫോൺ അറ്റൻഡ് ചെയ്ത് പുറത്തേക്ക് പോകുന്നത് വരെ
അതെല്ലാം എന്റെ ജോലിയുടെ ഭാഗം മാത്രമാണ്. ഈ വീട്ടിലെ ഒരാൾക്കും ഒരു അപകടവും ഉണ്ടാവാതെ എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ശിവാനിക്കൊന്നും സംഭവിക്കാൻ പാടില്ല. അവരെ രക്ഷിക്കുന്നതും എന്റെ കർത്തവ്യമാണ്. അതുകൊണ്ടാണ് ഞാനും അവരുടെ കൂടെ പോവാന്ന് പറയുന്നത്. അതിന് നിങ്ങൾക്ക് എന്താ ഇത്ര വലിയ പ്രോബ്ലം? അല്ല, നിങ്ങൾ ശിവാനിയുടെ കൂടെ അവളെ രക്ഷിക്കാൻ പോകുന്നു. എന്നാ വീട്ടില് ഞങ്ങൾ ഇത്രയും പേരുണ്ട്. ഒരു പക്ഷെ നിങ്ങൾ പോയി കഴിഞ്ഞാ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ എന്താ ചെയ്യാ? നിങ്ങൾക്ക് എന്ത് സംഭവിക്കാനാണ്? ഇന്നലെ ഇവിടെ ഒരു വലിയ പാമ്പ് വന്ന കാര്യം നിങ്ങൾക്കറിയോ? വെറും ഒരു പാമ്പല്ല, നോക്കി നിൽക്കേ ആ പാമ്പ് ഒരു പെണ്ണിന്റെ രൂപത്തിലായി മാറി.